ഹായ്, വീട്ടിലേക്ക് കൂടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ നമുക്കൊരു ചൂട് കഞ്ഞി കുടിച്ചാലോ? നാടൻ ശൈലിയിലാണ് ഈ കഞ്ഞി ഞാൻ ഉണ്ടാക്കിയത്. ഈ കഞ്ഞി എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം, വായോ. അരിയും പയറും ഉലുവയും അരമണിക്കൂറായി കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കഴുകി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കൂടെ ഒരു 5 വറ്റൽമുളകും കട്ട് ചെയ്ത് മാറ്റി വെച്ചേക്കാണേ. കുതിർന്ന അരി നല്ലവണ്ണം കഴുകി കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നു. പയറും കുതിർന്നിട്ടുണ്ടായിരുന്നു, അതും കുക്കറിൽ ഇട്ട് കൊടുത്തു കഴുകി. അടുത്ത് കഴുകി അരിഞ്ഞു വെച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു. അടുത്ത് വെളുത്തുള്ളിയാണ് കഴുകി ഇട്ട് കൊടുത്തത്. അടുത്ത് വറ്റൽമുളക് 5 എണ്ണം ഇട്ട് കൊടുത്തേ. പിന്നാലെ കുതിർത്ത് വെച്ച ഉലുവയും ഇട്ട് കൊടുത്തു. അതിനുശേഷം ഇത് വേവാനുള്ള വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം കുക്കർ അടച്ചു വെച്ചു. പിന്നെ ഗ്യാസ് ഓണാക്കി ഒരു 3 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിക്കാം. അങ്ങനെ നമ്മളെ കഞ്ഞി വെന്ത് കിട്ടി. ആവിയൊക്കെ പോയി നമുക്ക് തുറന്നു നോക്കാം. ഇത് കണ്ടില്ലേ, നമ്മളെ കഞ്ഞി നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഉള്ളിയും ഉലുവയും വെളുത്തുള്ളിയും മുളകും അരിയും പയറും നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മുറി തേങ്ങ ചിരികിയത് കഞ്ഞിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ തേങ്ങ ഇട്ടിട്ട് നല്ലവണ്ണം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചുറ്റി ഇളക്കി കൊടുക്കാം, അടിയിലൊക്കെ ഈ തേങ്ങ വരാൻ കരുതി. കഞ്ഞിയുടെ എല്ലാ ഭാഗത്തും ഈ തേങ്ങ ഒന്ന് എത്തിപ്പിടിക്കട്ടെ. കുറച്ച് കഞ്ഞി കുക്കറിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയേ നമുക്കിപ്പോൾ കുടിക്കാൻ വേണ്ടി. ഇത് 2 ദിവസം മുന്നേ നമ്മൾ തന്നെ ഉണ്ടാക്കിയ അച്ചാറാണ്, പേരയ്ക്കയും നാരങ്ങയും കൊണ്ട്. ആ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, കാണാത്തൊരു കണ്ടോളൂ. കഞ്ഞിക്കിടാനുള്ള ഉപ്പ് പ്രത്യേകം ഒരു പാത്രത്തിൽ എടുക്കണേ. കഞ്ഞിക്കെന്നും ബെസ്റ്റ് കോമ്പിനേഷൻ ചമ്മന്തി. ഒരു പാത്രം എടുത്ത് ആവശ്യത്തിനുള്ള കഞ്ഞി നമുക്ക് വിളമ്പിയെടുക്കാം. ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് പറ്റിയ ഭക്ഷണമാണ് ഈ കഞ്ഞി. അങ്ങനെ ആവശ്യത്തിനുള്ള കഞ്ഞി നമ്മളൊരു പ്ലേറ്റിൽ വിളമ്പി അതിന്റെ പുറത്തുകൂടി ഇച്ചിരി ഉപ്പ് തൂറ്റി കൊടുത്തു. അടുത്ത് കുറച്ച് ചമ്മന്തി ഇട്ട് കൊടുത്തു. സൈഡിലേക്ക് നമ്മളെ പേരയ്ക്ക നാരങ്ങ അച്ചാറും വെച്ചു. ഇനി ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. മഴ സമയമല്ലേ, എല്ലാവരും വീട്ടിൽ ഇതുപോലൊരു കഞ്ഞി വെക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി മറ്റേ ദിവസം വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.